നമസ്കാരം. കേരളത്തിന്റെ വികസന തുടർച്ചകൾ അടുത്തറിയാൻ കേരള വിഷൻ ന്യൂസ് 140 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും സഞ്ചരിക്കുകയാണ്. വികസന തുടർച്ച എന്ന ഈ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ കണ്ണൂർ ജില്ലയിലെ ധർമ്മടം നിയോജക മണ്ഡലത്തിലൂടെയും മലപ്പുറം ജില്ലയിലെ പൊന്നാനി നിയോജക മണ്ഡലത്തിലൂടെയും തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലൂടെയും നമുക്കൊന്ന് യാത്ര ചെയ്യാം. വികസന തുടർച്ചയുടെ ആദ്യത്തെ യാത്ര അറബിക്കടലിന്റെ തീരത്ത് മനോഹരമായി സ്ഥിതി ചെയ്യുന്ന ചരിത്രവും സാംസ്കാരികപരവുമായ പ്രാധാന്യമുള്ള കേരളത്തിന്റെ ഭരണതലത്തിൽ പോലും ശ്രദ്ധേയമായ ധർമ്മടം നിയോജക മണ്ഡലത്തിലൂടെയാണ്. ധർമ്മടം, പിണറായി, വേങ്ങാട്, അഞ്ചരക്കണ്ടി, ചെമ്പിലോട്, കടമ്പൂർ, മുഴപ്പിലങ്ങാട്, പെരളശ്ശേരി എന്നീ പഞ്ചായത്തുകൾ ചേർന്നതാണ് ധർമ്മടം നിയോജക മണ്ഡലം. ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിൻ ബീച്ചായ മുഴപ്പിലങ്ങാടും പ്രകൃതിരമണീയമായ ധർമ്മടം തുരുത്തും ഈ മണ്ഡലത്തിന് ലോക ടൂറിസം ഭൂപടത്തിൽ തന്നെ ഒരു ഇടം നൽകുന്നുണ്ട്. ഇത്രയേറെ സാധ്യതകളുള്ള ഈ നാടിന്റെ സമഗ്ര വികസനം ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാരും കിഫ്ബിയും ചേർന്ന് നടപ്പിലാക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ്. ടൂറിസം, വിദ്യാഭ്യാസം, ആരോഗ്യം, ഗതാഗതം, കുടിവെള്ളം, വ്യവസായം, ഊർജം, ജലഗതാഗതം തുടങ്ങിയ എല്ലാ മേഖലകളിലും വലിയ മാറ്റത്തിനാണ് ധർമ്മടം മണ്ഡലം കഴിഞ്ഞ 10 വർഷം കൊണ്ട് സാക്ഷ്യം വഹിച്ചത്. ഈ വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്ന് ടൂറിസം മേഖലയിലെ മുന്നേറ്റം തന്നെയാണ്. ധർമ്മടത്തിന്റെ പ്രകൃതിദത്തമായ സൗന്ദര്യം ലോകോത്തര നിലവാരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളോടെ വിനോദസഞ്ചാരികളിലേക്ക് എത്തിക്കാനുള്ള വലിയ ശ്രമങ്ങളാണ് നടക്കുന്നത്. മണ്ഡലത്തിന്റെ കൂടുതൽ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് കേൾക്കാം. 2016 അധികാരത്തിൽ വന്ന പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 10 വർഷക്കാലത്തിനിടയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എന്ന പോലെ തന്നെ ധർമ്മടം മണ്ഡലത്തിലും സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളത്. അതിന് മുഖ്യമന്ത്രി എന്ന നിലക്ക് ഈ മണ്ഡലത്തിൽ 10 വർഷക്കാലവും വലിയ ശ്രദ്ധ പതിപ്പിക്കുകയുണ്ടായി. മുഖ്യമന്ത്രിയുടെ സമയപരിമിതിയൊക്കെ ഏറെയുണ്ടെങ്കിലും മണ്ഡലത്തിൻ്റെ വികസന കാര്യത്തിൽ വലിയ ശ്രദ്ധയാണ് അദ്ദേഹം ചെലുത്തിയിട്ടുള്ളത്. നമ്മുടെ മണ്ഡലത്തിൽ ഏതാണ്ട് ഈ 10 വർഷക്കാലത്തിനിടയിൽ 2000 കോടി രൂപയിൽ മേലെയുള്ള വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് കിഫ്ബിയുടേതാണ്. കിഫ്ബിയിൽ മാത്രമായി 1300-ലധികം കോടി രൂപ ഇവിടെ പദ്ധതിയാണ് ഇപ്പോൾ നടപ്പാക്കി കഴിഞ്ഞതും ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചതുമായ പദ്ധതികൾ 1300-ലധികം കോടി രൂപയുടെ പദ്ധതികൾ വരും. ഇതിന് പുറമെ കിഫ്ബിയിൽ തന്നെയാണ് കൊടുവള്ളി അഞ്ചരക്കണ്ടി എയർപോർട്ട് റോഡ്, അത് 4 വരി പാതയാകാൻ പോവുകയാണ്. അതിന് 1400 കോടി രൂപ കിഫ്ബിയിൽ അനുവദിക്കുന്നുണ്ട്. അതിപ്പോൾ വർക്ക് ആരംഭിക്കാത്തത് കൊണ്ട് നമ്മൾ ആ എമൗണ്ട് അല്ലെ ആ തുക പൊതു നടപ്പാക്കിയ പദ്ധതിയുടെ കൂട്ടത്തിൽ നമ്മൾ പെടുത്തിയിട്ടില്ല. അപ്പോൾ ഒരു വലിയ വികസനമാണ്, സ്വപ്നതുല്യമായ വികസനമാണ് നമ്മുടെ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ളത്.
ഇപ്പോൾ ഈയിടെ മുഖ്യമന്ത്രി ഒരു സയൻസ് പാർക്കും IT പാർക്കിൻ്റെയും തറക്കല്ലിട്ടു. രണ്ടും കൂടി ഒരു 600 കോടി രൂപയുടെ പ്രവർത്തനമാണ് അവിടെ ആരംഭിച്ചിട്ടുള്ളത്. അത് തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും മാത്രമുള്ള നമ്മുടെ IT പാർക്ക് ഇപ്പോൾ എല്ലാ ജില്ലകളിലും വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കണ്ണൂരിൽ ധർമ്മടം മണ്ഡലത്തിൽ വേങ്ങാട് പഞ്ചായത്തിലാണ് സയൻസ് പാർക്കും ഈ IT പാർക്കും 600 കോടി രൂപ ചെലവിട്ടുകൊണ്ട് നിർമ്മിക്കുന്നത്. നമ്മുടെ പാറപ്പുറത്ത് ജനങ്ങളുടെ ഏറെക്കാലത്തെ അഭിലാഷമായിരുന്നു ഈ ഉപ്പുവെള്ളം കയറി കൃഷി ചെയ്യാൻ പറ്റാത്ത പ്രശ്നം, കിണറുകളിൽ കുടിവെള്ളത്തിൽ ഉപ്പുരസമുണ്ടാകുന്ന പ്രശ്നം. ഇത് പരിഹരിക്കത്തക്ക നിലയിൽ പാറപ്പുറത്ത് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു റെഗുലേറ്റർ കം ബ്രിഡ്ജ് അവിടെ സ്ഥാപിച്ച് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ കേവലം ഈ പർപ്പസിന് മാത്രമല്ല, അതിപ്പോൾ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെ, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി എല്ലാ ദിവസവും എന്ന പോലെ, പ്രത്യേകിച്ച് അവധി ദിവസങ്ങളിലൊക്കെ അത് കാണാനും അവിടെ പുഴയുടെ തീരത്തിരിക്കാനും ഒക്കെ വലിയ തോതിൽ ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു കേന്ദ്രമായിട്ട് അത് മാറിയിട്ടുണ്ട്. ടൂറിസം മേഖലയിൽ നമ്മൾ വലിയ കുതിപ്പാണ് നമ്മുടെ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ളത്. മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിനെ കുറിച്ച് ഈ ലോകമറിയുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറി. ആ മുഴപ്പിലങ്ങാടും ധർമ്മടവും 2 ബീച്ചുകൾ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള 235 കോടി രൂപയുടെ വർക്ക് ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 4 ഘട്ടമായി നടത്തുന്ന പദ്ധതിയാണ്. അതിൽ ഒരു ഘട്ടം പൂർത്തീകരിച്ചു. രണ്ടാമത്തെ ഘട്ടവും മുഴപ്പിലങ്ങാടിൻ്റെ വികസനമാണ്. 3ഉം 4ഉം ഫേസ് ധർമ്മടം ബീച്ചുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ധർമ്മടവും മുഴപ്പിലങ്ങാടും ബന്ധിപ്പിക്കുന്ന അതിവിപുലമായ ഒരു ടൂറിസം പദ്ധതിയാണ് ധർമ്മടം മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. IHRD കോളേജ്, ITI, അതുപോലെ തന്നെ പോളിടെക്നിക്, ഇതുപോലെ ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ്, IAS അക്കാഡമി തുടങ്ങിയിട്ടുള്ള നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു ഹബ്ബായിട്ട് മാറുകയാണ്. അതിൻ്റെ പ്രവൃത്തി ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. ഊരാളുങ്കലാണ് ആ വർക്ക് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 285 കോടി രൂപയുടെ വർക്ക് അതിൻ്റെ ഭാഗമായി നടന്നിട്ടുണ്ട്. നമ്മുടെ ഈ മണ്ഡലത്തിലെ എല്ലാ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളും പിണറായി, പെരളശ്ശേരി, വേങ്ങാട്, മുഴപ്പിലങ്ങാട്, പാലയാട്, ചാല, ഇത്രയും ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുകൾ കണ്ണഞ്ചിപ്പിക്കുന്ന വിധത്തിലുള്ള പുരോഗതിയാണ്. 5 കോടി മുതൽ 3 കോടി വരെയുള്ള രൂപയാണ് ഓരോ സ്കൂളിനും അനുവദിച്ചിട്ടുള്ളത്. ഇതിനു പുറമെ മറ്റ് ഫണ്ടുകളും കൂടി അനുവദിച്ചുകൊണ്ട് ഭൗതിക പശ്ചാത്തല രംഗത്ത് ഇനി ഒന്നും ചെയ്യാനില്ലാത്ത വിധം ഈ 10 വർഷക്കാലം കൊണ്ട് നമ്മുടെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുകളെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സമാനതകളില്ലാത്ത ഒരു വികസന നേട്ടവുമായിട്ടാണ് നമ്മുടെ ഈ 10 വർഷക്കാലം ധർമ്മടം മണ്ഡലം കടന്നുപോയിട്ടുള്ളത്. വികസന തുടർച്ചയുടെ അടുത്ത യാത്ര ചരിത്രവും വർത്തമാനവും ഇഴചേർന്നു കിടക്കുന്ന മലപ്പുറം ജില്ലയുടെ തീരദേശമായ പൊന്നാനി നിയോജക മണ്ഡലത്തിലൂടെയാണ്.
ഒരു കാലത്ത് മലബാറിന്റെ പ്രധാന തുറമുഖ നഗരമായിരുന്നു പൊന്നാനി. ഇന്ന് വികസനത്തിന്റെ പുതിയ തീരങ്ങളിലാണ്. കഴിഞ്ഞ 10 വർഷങ്ങൾ കൊണ്ട് സംസ്ഥാന സർക്കാരും വിവിധ ഏജൻസികളും ചേർന്ന് പൊന്നാനി നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഒട്ടനവധിയാണ്. ഒരു നാടിന്റെ വികസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മികച്ച ഗതാഗത സൗകര്യങ്ങൾ. പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നിർണായക വിഷയവുമാണ്. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ യാഥാർത്ഥ്യമാകുന്ന പല പദ്ധതികളും പൊന്നാനിയുടെ ഗതാഗത ഭൂപടത്തെ തന്നെ മാറ്റിവരയ്ക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനം പൊന്നാനി ഹാർബറിന്റെയും പടിഞ്ഞാറക്കരയെയും ബന്ധിപ്പിക്കുന്ന പാലമാണ്. ഈ പാലം പൊന്നാനിയുടെ മാത്രമല്ല, മലപ്പുറം, തൃശൂർ ജില്ലകളുടെ തീരദേശ മേഖലയാകെ വികസനത്തിന്റെ കുതിപ്പേകും. ടൂറിസം സാധ്യതകൾ വർദ്ധിപ്പിക്കാനും മത്സ്യബന്ധന മേഖലയ്ക്ക് സഹായകമാകാനും ഈ പാലം ഉപകരിക്കും. കേരളത്തിൻ്റെ സാമ്പത്തിക വികസനത്തിൽ പ്രധാനപ്പെട്ട സംഭാവന നൽകിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് കിഫ്ബി. നമുക്കറിയാം, ഈ വിദ്യാഭ്യാസ മേഖലയ്ക്കകത്തൊക്കെ വിദ്യാഭ്യാസം കിട്ടി പുറത്തു വന്ന കുട്ടികൾക്ക് തൊഴിലവസരം ഉണ്ടാകണം, രാജ്യത്തിൻ്റെ പൊതുവികസനത്തിന് ആവശ്യമായ രൂപത്തിൽ ഫണ്ടിൻ്റെ സ്വരൂപനം വേണം എന്നൊക്കെ കാഴ്ചപ്പാട് വരുമ്പോൾ ഈ പശ്ചാത്തല സൗകര്യത്തിൻ്റെ വികസനം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഈ സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്, ഗവൺമെൻറ് മുമ്പിൽ നിൽക്കുകയാണ്. അത് നമ്മുടെ സമൂഹത്തിൻ്റെ പ്രശ്നമായിട്ട് ഇന്ന് ഉയർന്നു വരികയാണ്. അതിനാവശ്യമായ ഫണ്ട് കണ്ടെത്തണം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക നയം എന്നത് ഈ സംസ്ഥാന ഗവൺമെൻറ്റിന് ഞെരുക്കുന്ന നയമാണ്. ഇപ്പോൾ അത് കുറേ രൂക്ഷമായിട്ടുണ്ട്. ഇപ്പോൾ പ്രതികാര ബുദ്ധിയോട് കേന്ദ്ര ഗവൺമെൻറ് പ്രവർത്തിക്കുന്നുണ്ട്. ശരി, ഇത്തരം ഒരു പ്രയാസം, സ്വന്തമായിട്ട് ഫണ്ട് കണ്ടെത്താനുള്ള പ്രയാസത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് കിഫ്ബിക്ക് രൂപം നൽകാൻ വേണ്ടി തീരുമാനമെടുത്തത്. അതിനാവശ്യമായ നിയമ നടപടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയത്. കിഫ്ബിക്ക് ആവശ്യമായ ഫണ്ട് സ്വരൂപിക്കേണ്ട ഏത് രൂപത്തിലാണ് എന്നതിനെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്തുകൊണ്ട് തീരുമാനമെടുക്കുകയുണ്ടായി. കിഫ്ബി രൂപം കൊണ്ടതിന് ശേഷം കേരളത്തിലെ പശ്ചാത്തല വികസന മേഖലയ്ക്കകത്ത് ഒരുപാട് ഫണ്ടുകൾ വിനിയോഗിച്ച് നമുക്കറിയാം. എല്ലാ മേഖലയ്ക്കകത്തും വിനിയോഗിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ റോഡുകളുടെ വികസനം, കേരളത്തിലെ തോടുകളുടെ വികസനം, നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്കകത്തുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന്, ആശുപത്രി കെട്ടിടം നിർമ്മിക്കുന്നതിന്, എല്ലാ മേഖലയ്ക്കകത്തും പശ്ചാത്തല സൗകര്യം ഒരുക്കുന്നതിനാവശ്യമായ തോതിലേക്കുള്ള നിക്ഷേപം കണ്ടെത്തിക്കൊണ്ട് വിനിയോഗിക്കുന്ന അനുഭവം നമ്മുടെ കേരളത്തിലുണ്ട്. ഗതാഗത സൗകര്യങ്ങൾ പോലെ തന്നെ പ്രധാനമാണ് ഒരു നാടിന്റെ ആരോഗ്യരംഗത്തെ മുന്നേറ്റം. പൊന്നാനി താലൂക്ക് ആശുപത്രിയുടെ വികസനത്തിനായി കിറ്റ്കോയുടെ മേൽനോട്ടത്തിൽ ഏകദേശം 12 കോടിയോളം രൂപയുടെ പദ്ധതി നടപ്പിലാക്കുന്നു എന്നത് ഈ രംഗത്തെ ഒരു വലിയ കാൽവെപ്പാണ്. മികച്ച ചികിത്സാ സൗകര്യങ്ങൾ താലൂക്ക് തലത്തിൽ തന്നെ ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യം. അതോടൊപ്പം സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന ഡയാലിസിസ് സെന്ററുകൾ സ്ഥാപിക്കുന്ന പദ്ധതിയുടെ ഗുണഫലം പൊന്നാനിയിലെയും സമീപ പ്രദേശങ്ങളിലെയും വൃക്ക രോഗികൾക്കും വലിയ ആശ്വാസമാകും. ഇപ്പോൾ എൻ്റെ മണ്ഡലത്തിൽ പൊന്നാനി നിയോജകമണ്ഡലം നോക്കുകയാണെങ്കിൽ 788.99 കോടി 788.99 കോടി രൂപയുടെ 20 പ്രവൃത്തികളാണ് അവിടെ നടക്കുന്നത്. അത് പൂർത്തീകരിക്കപ്പെട്ട 7 പ്രവൃത്തികളുണ്ട്, ഓൺഗോയിങ് ആയിട്ടുള്ള 17 പ്രവൃത്തികളുണ്ട്, പ്രവൃത്തി ആരംഭിക്കുന്ന 2 പ്രവൃത്തികളുണ്ട്, ആരംഭിക്കാൻ പോകുന്ന. അപ്പോൾ ഒരു മണ്ഡലത്തിനകത്ത് ഇത്രയധികം 788 കോടി രൂപ വിനിയോഗിച്ചുകൊണ്ട് അവിടുത്തെ പശ്ചാത്തല സൗകര്യം വികസിപ്പിക്കുന്ന രൂപത്തിലേക്കുള്ള ഫണ്ട് മുടക്കാൻ കിഫ്ബി തയ്യാറായി എന്നത് ഈ കേരളത്തിൻ്റെ പൊതുവികസനത്തിൽ എത്രത്തോളമാണ് കിഫ്ബി സംഭാവന നൽകുന്നത് എന്ന ഇത് ഇന്ന് വ്യക്തമാക്കുന്നതാണ്. കായിക രംഗത്തും പൊന്നാനിക്ക് അഭിമാനിക്കാൻ വകയുണ്ട്. സ്പോർട്സ് കേരള ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ പൊന്നാനി നിളാതീരത്ത് ഇൻഡോർ സ്റ്റേഡിയവും അക്വാട്ടിക് കോംപ്ലക്സും ഒരുങ്ങുകയാണ്. ഇതോടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പരിശീലന സൗകര്യങ്ങൾ പൊന്നാനിയിലെ കായിക താരങ്ങൾക്ക് ലഭ്യമാകും. യുവതലമുറയെ കായിക രംഗത്തേക്ക് ആകർഷിക്കാനും ആരോഗ്യകരമായ ഒരു സമൂഹം വാർത്തെടുക്കാനും ഇത് സഹായിക്കും.
കിഫ്ബിനെ എതിർക്കുന്ന ആൾക്കാർക്കും അവരുടെ അസംബ്ലി മണ്ഡലങ്ങൾക്കകത്ത് വലിയ തോതിലേക്കുള്ള കിഫ്ബിയുടെ ഫണ്ട് കിട്ടുന്ന അവസരത്തിൽ വലിയ രൂപത്തിലേക്കുള്ള അഭിനന്ദനം രേഖപ്പെടുത്തിയാണ്. ഓരോ മണ്ഡലത്തിലും കിഫ്ബിൻ്റെ ഇന്ന വർക്ക് വേണമെന്ന് അവർ തന്നെ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ രാഷ്ട്രീയ വിരോധം വെച്ചുകൊണ്ട് കിഫ്ബിയെ ഞെക്കിക്കൊല്ലാൻ വേണ്ടി ശ്രമം നടത്തുകയാണ്. ഇതൊരിക്കലും കേരളത്തിലെ ജനത അംഗീകരിക്കില്ല, കേരളം അംഗീകരിക്കില്ല. കേരളത്തിൻ്റെ വികസനത്തിന്, നമ്മുടെ വികസന കാഴ്ചപ്പാടിന്, വികസന സങ്കല്പത്തിന്, കേരളത്തിൻ്റെ പൊതുവികസനത്തിനെതിരാണ് ഈ നടപടികൾ. വികസന തുടർച്ചയുടെ അടുത്ത യാത്ര തൃശൂർ ജില്ലയുടെ തെക്കേ അറ്റത്ത് ചരിത്രവും സംസ്കാരവും ഇഴചേർന്ന് കിടക്കുന്ന പുഴകളും കായലുകളും അതിരിടുന്ന മനോഹരമായ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലൂടെയാണ്. പ്രാചീന മുസിരിസ് തുറമുഖത്തിന്റെ ഓർമ്മകളും ചേരമൻ ജുമാ മസ്ജിദിന്റെയും കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിന്റെയും എല്ലാം പൈതൃകവും പേർന്ന ഈ നാട് ഇന്ന് വികസനത്തിന്റെ പുതിയ തീരങ്ങളിലാണ്. സംസ്ഥാന സർക്കാരിന്റെ വികസന കാഴ്ചപ്പാടും കിഫ്ബിയുടെ സാമ്പത്തിക കരുത്തും ചേർന്നാണ് കൊടുങ്ങല്ലൂരിന്റെ ഈ സമഗ്രമായ മുന്നേറ്റത്തിന് ചുക്കാൻ പിടിച്ചത്. വിദ്യാഭ്യാസം, ആരോഗ്യം, ഗതാഗതം, ഊർജം തുടങ്ങി കൊടുങ്ങല്ലൂരിലെ ജനജീവിതത്തിൽ പുത്തൻ ഉണർവേകുന്ന വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കിയത്. ഏതൊരു നാടിന്റെയും ഭാവി വാഗ്ദാനങ്ങളാണ് അവിടുത്തെ യുവതലമുറ. അവർക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്നതിൽ പൊതുവിദ്യാലയങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലെ സർക്കാർ സ്കൂളുകളുടെ മുഖച്ഛായ തന്നെ മാറിയിരിക്കുകയാണ്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന മഹത്തായ ലക്ഷ്യത്തിന്റെ ഭാഗമായി കിഫ്ബി വഴി നടപ്പിലാക്കിയ വിവിധ ഘട്ടങ്ങളിലുള്ള സ്കൂൾ നവീകരണ പദ്ധതികളുടെ ഗുണഫലം കൊടുങ്ങല്ലൂരിലെ വിദ്യാർത്ഥികൾക്കും ലഭിച്ചു. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടങ്ങളിൽ കേരളത്തിൻ്റെ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളിൽ കേരളം ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കേരളത്തെ എടുത്ത് പരിശോധിക്കുമ്പോൾ ആ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ ഏറെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ കിഫ്ബിയുടെ പ്രവർത്തനം അഭിനന്ദനാർഹമായിട്ടുള്ളൊരു പ്രവർത്തനമായിട്ട് കാണാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലും 110.5 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കിഫ്ബി പദ്ധതിയിലൂടെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ വിദ്യാഭ്യാസ മേഖലയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൽ സാമാജികൻ എന്ന നിലയിൽ തന്നെ നടപ്പിലാക്കാൻ, കിഫ്ബിയിലൂടെ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമായിട്ട് ഞാൻ കാണാൻ ആഗ്രഹിക്കുകയാണ്. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്തിലൊക്കെ രൂപപ്പെടുന്ന സ്കൂളാണ് ജില്ലയിലെ തന്നെ ആദ്യത്തെ അന്താരാഷ്ട്ര സ്കൂൾ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടത്. 3 കോടി രൂപയിലൂടെ ബോയ്സ് ഹൈസ്കൂൾ കൊടുങ്ങല്ലൂർ നഗരസഭയിൽ, ഗേൾസ് ഹൈസ്കൂൾ കൊടുങ്ങല്ലൂർ നഗരസഭയിൽ, പുത്തഞ്ചിറയിലെ ഹയർ സെക്കൻഡറി സ്കൂള്, അന്നമനടയിലെ മേലടൂർ സ്കൂള്, പുത്തഞ്ചിറയിലെ GUPS ഉൾപ്പെടെ കോണത്തുകുന്ന് UP സ്കൂള് 2.5 കോടി രൂപയുടെ 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുമായിട്ട് കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ തീർച്ചയായിട്ടും കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൽ 43 കോടി രൂപയോളം ചെലവഴിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കോളേജിൽ അക്കാദമിക് ബ്ലോക്ക് ഉൾപ്പെടെ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. വിദ്യാഭ്യാസ മേഖലയിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കിഫ്ബി പദ്ധതി തീർച്ചയായിട്ടും ഗുണകരമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. വിദ്യാഭ്യാസം പോലെ തന്നെ പ്രധാനമാണ് ഒരു സമൂഹത്തിന്റെ ആരോഗ്യവും. കൊടുങ്ങല്ലൂരിലെയും സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് മികച്ചതും ആധുനികവുമായ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നതിൽ സർക്കാർ നടത്തുന്ന ഇടപെടലുകൾ ശ്രദ്ധേയമാണ്. കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൽ
ഏറെ മുന്നോട്ട് പോകുവാൻ കിഫ്ബി പദ്ധതിയിലൂടെ സാധിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായിട്ടുള്ള കാര്യമായിട്ടാണ് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത്. ഇനി കുറച്ചുകൂടി ശാക്തീകരണ രീതിയിലേക്ക് തന്നെ കിഫ്ബിയുടേതായിട്ടുള്ള ഇടപെടലുകൾ നമ്മുടെ കേരളത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള വികസനത്തിന് വേണ്ടി ഉണ്ടാകേണ്ടതായിട്ടുണ്ട് എന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം നമ്മുടേതായിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള സ്ഥിതികൾ, ഈ കേരളത്തിൻ്റെ സ്ഥിതികളൊക്കെ തന്നെ നമുക്ക് നല്ല രീതിയിൽ അറിയാവുന്നതാണ്. ആ ഒരു അത്തരം സാഹചര്യങ്ങളിൽ ഏറ്റവും ശക്തമായിട്ട് ഈ ബോർഡിലൂടെ ഇടപെടാൻ ഈ സർക്കാരിന് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് കേരളത്തിൽ ഈ 8 വർഷക്കാലമായിട്ടുണ്ടായിട്ടുള്ള മുന്നേറ്റങ്ങൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കിഫ്ബിയുടെ ധനസഹായത്തോടെ ഓരോ മണ്ഡലത്തിലും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഈ വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരവും ഉയർത്തുന്നതിൽ സംശയമില്ല. വികസന തുടർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റു മണ്ഡലങ്ങളിലെ വികസന വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.